അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോണത് എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന നമ്മൾ പഠിക്കാൻ പോണത്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയണം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതാണ് ദ മെത്തേഡ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആ മെത്തേഡിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് പ്രിൻസിപ്പിൾ? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എന്താണ് ഒരു എങ്ങനെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഒരു എന്താ പറയുക ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ f dash x equal to, if y equal to f of x is a function, then f dash x equal to limit h tends to 0 f of x plus h minus f of x by h. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്നുകൂടി പറയാം. എന്താ ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ഇഫ് y equal to f of x is a function, then f dash x is equal to limit h tends to 0 f of x plus h minus f of x by h. f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by h. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്കിത് ഉപയോഗിച്ച് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ടു നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, f of x equal to 10x. f of x equal to 10x. ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണണം. f of x equal to 10x ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f dash x ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ട്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എങ്ങനെ കാണും? എഫ് ഓഫ് എക്സ് 10x ആണ്. അപ്പോൾ എഫ് ഓഫ് 1 കാണാൻ എക്സിന് പകരം 1 കൊടുക്കും. എഫ് ഓഫ് 2 കാണാൻ എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാനോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. അപ്പോൾ 10 ഇൻറ്റു എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ മതി. മറക്കല്ലേ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. മൈനസ് എഫ് ഓഫ് എക്സ് 10x ആണ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ നമുക്കിങ്ങനെ വരും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 10 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് 10 ഇൻറ്റു എക്സ് 10x പ്ലസ് 10 ഇൻറ്റു എച്ച് 10h മൈനസ് 10x ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു നോക്കൂ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കുട്ടിയോളെ നമുക്ക് 10x മൈനസ് 10x 0 ആയിപ്പോയി. ആ ബാക്കിയുള്ളത് 10h ബൈ എച്ച് ആണ്. 10h ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിച്ചോളാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 10h ബൈ എച്ച് എച്ച് ആൻഡ് എച്ച് വിൽ ഗെറ്റ് ക്യാൻസൽ. ബാക്കിയുള്ളത് 10 മാത്രം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 10. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ചിനാണ് 0 കൊടുക്കേണ്ടത്. ഇവിടെ എച്ച് ഇല്ല, അത് കോൺസ്റ്റന്റ് നമ്പർ ആണ്. അപ്പോൾ ആൻസർ 10 വരും. ആൻസർ 10. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10x ആയാൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ നമുക്ക് എഴുതുന്നത് ഫോർ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് ഡാഷ് എക്സ് കാണണം ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതി വെക്കണം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താ? എഫ് ഡാഷ് എക്സ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്.
ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എങ്ങനെ കാണാമെന്ന്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൽ എക്സ് റീപ്ലേസ് ചെയ്യണം. എക്സ് പ്ലസ് എച്ചാണ് വേണ്ടത്. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുമ്പോൾ ഇത് എക്സ് സ്ക്വയർ എന്താവും? എക്സ് സ്ക്വയർ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് ആവുമ്പോൾ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയറിന് കിട്ടും മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് 0 എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അപ്പോൾ നമുക്ക് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച് 2xh കൂടെ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എച്ച്. നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിച്ചോ, ഇവിടെ ബാക്കിയുള്ളത് എച്ച് സ്ക്വയർ പ്ലസ് 2xh ബൈ എച്ച് ആണ്. ഈ എച്ച് സ്ക്വയർ പ്ലസ് 2xh അതിൽ എച്ച് കോമൺ ആണ്. ആ എച്ചിനെ പുറത്തേക്ക് എടുക്കുക. എച്ച് സ്ക്വയറിന്ന് എച്ച് പുറത്തേക്ക് പോന്നാൽ ബാക്കി എച്ച് പ്ലസ് 2xh എന്ന എച്ച് പോന്നാൽ ബാക്കി 2x ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഈ രണ്ട് എച്ചും ക്യാൻസൽ ചെയ്യാം. Again the answer will be like this, limit h tends to 0, ബാക്കിയുള്ളത് h plus 2x ആണ്. അപ്പോൾ നോക്കൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എച്ചിന് 0 കൊടുക്കുക. എച്ചിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 2x എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x അല്ലേ? അതായത് എഫ് ഡാഷ് എക്സ് നമുക്ക് 2x ആണ് കിട്ടിയത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് വരും. എഫ് ഡാഷ് എക്സ് 2x ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. സെയിം വേ ഇപ്പോൾ ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എങ്ങനെ എഫ് ഡാഷ് എക്സ് കാണാം? ഇവിടെയും ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡെഫിനിഷൻ എഴുതുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ അറിയാം. എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എഴുതുമ്പോൾ അത് എക്സ് പ്ലസ് എച്ചിൻ്റെ ക്യൂബ് എന്നായിട്ട് മാറും. മൈനസ് എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ഇത് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് കുട്ടികളെ ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബാണ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് പഠിച്ചിട്ടുണ്ടാവും. എന്താ എ പ്ലസ് ബി ഹോൾ ക്യൂബ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബാണ്. എ ക്യൂബ് പ്ലസ് എ എക്സ് ആണ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി. അപ്പോൾ 3a സ്ക്വയർ ബി എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എച്ച് പ്ലസ് 3ab സ്ക്വയർ. അപ്പോൾ 3ab സ്ക്വയർ എക്സ് എച്ച് സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി എച്ച് ക്യൂബ് ഇനി കൂടെ ലാസ്റ്റ് ടൈം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം മൈനസ് എക്സ് ക്യൂബാണ്. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് 0 ആയിട്ട് പോയി. ഇനി നോക്കൂ, ഇപ്പോൾ എല്ലാ ടേംസിലും എച്ച് കോമൺ ആണ്. അപ്പോൾ നമുക്കിതിനെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആ കോമൺ ആയ എച്ചിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എച്ച് ഇൻറ്റു ഇവിടെ നിന്ന് എച്ച് പോന്നാൽ ഫസ്റ്റ് ടൈമിൽ എച്ച് പോന്നാൽ ബാക്കി 3x സ്ക്വയർ പ്ലസ് ഇവിടെ നിന്ന് എച്ച് പോന്നാൽ ബാക്കി 3xh പ്ലസ് എച്ച് ക്യൂബിൽ നിന്ന് എച്ച് പോന്നാൽ ബാക്കി എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് വരിക. എച്ച് ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് കിട്ടും ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3x സ്ക്വയർ പ്ലസ് 3xh പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഈക്വൽ ടു എച്ചിന് 0 കൊടുക്കണം. അപ്പോൾ ഈ ടേമിൽ എച്ചിന് 0 കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് പോകും. എച്ചിന് 0 ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പോൾ 0 ആവും. ഇവിടെ എച്ച് ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി ഒരു ഉത്തരം 3x സ്ക്വയർ എന്നാണ്. ബാക്കിയൊക്കെ അവിടെ പോയി. ഇത് 3 ഇവിടെ എച്ചിന് 0 കൊടുക്കാൻ ഇത് എച്ച് ഇല്ല. അപ്പോൾ 3x സ്ക്വയർ അതേപോലെ വരും. പ്ലസ് ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പോൾ 3x ഇൻറ്റു 0 0 ആയി പ്ലസ് 0 സ്ക്വയർ 0 ആണ്. അപ്പോൾ ഇത് രണ്ട് ടേമും 0 ആയിട്ട് പോയി. അപ്പം നമ്മുടെ ആൻസർ 3x സ്ക്വയർ എന്ന് കിട്ടും. അതായത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എഫ് ഡാഷ് എക്സ് കാണണം. ഇപ്പം ചെയ്ത അതുപോലെ നമുക്ക് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്
ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടെ ഓരോന്നും എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ അറിയാം. എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സിലെ എക്സ് താഴെയാണ്, അതിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുമ്പോൾ 1/x പ്ലസ് എച്ച് എന്നാണ് കിട്ടുക. മൈനസ് എഫ് ഓഫ് എക്സ് 1/x ആണ്, ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കോ. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into x, x minus 1 into x plus h divided by x plus h into x plus h into x, all divided by h. h ഇവിടെ എഴുതിയാൽ മതി. ആ റൂൾ എന്താണെന്ന് വെച്ചാൽ a by b all divided by c എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് a by b into c ആണ്. അപ്പോൾ ഇത് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്, എച്ചിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവും നോക്കിക്കോളൂ. ഈക്വൽ ടു ഇപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററിൽ ബാക്കിയുള്ളത് എക്സ് മൈനസ് എക്സ്, ഈ മൈനസ് ഇതിനും ബാധകം ഇതിനും ബാധകം. അപ്പോൾ മൈനസ് എക്സ് മൈനസ് എച്ച് ആണ്. എക്സ് മൈനസ് എക്സ് 0 ആയിട്ട് പോയി. അപ്പോൾ 0 മൈനസ് എച്ച് ഒരു സ്റ്റെപ്പ് എഴുതാം നമുക്ക്. എക്സ് മൈനസ് എച്ച് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എച്ച്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇപ്പോൾ ബാക്കി മൈനസ് എച്ച് മാത്രം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എക്സ് മൈനസ് എക്സ് 0 ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ മൈനസ് എച്ച് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്, എച്ചും ക്യാൻസലായി. ആ ബാക്കി നമുക്ക് വരിക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -1, എച്ചിൽ എച്ച് ഒരു പ്രാവശ്യമാണ്. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഇനി എന്ത് ചെയ്യാം, എച്ചിന് 0 കൊടുക്കണം. എച്ച് ടെൻസ് ടു 0 ആണ്. അപ്പം -1 ബൈ എച്ച് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു -1 ബൈ എക്സ് പ്ലസ് 0 എക്സ് ആണ്, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് ആൻസർ. അതായത് 1/x എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആയാൽ എഫ് ഡാഷ് എക്സ് -1/x സ്ക്വയർ ആണ്. അപ്പോൾ എഴുതാം therefore എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു -1/x സ്ക്വയർ. Alright, next അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണണം. ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ആദ്യം എഴുതാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. അപ്പോൾ എക്സ് റേസ് ടു എൻ, എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുമ്പോൾ അത് എക്സ് പ്ലസ് എച്ച് ഓൾ റേസ് ടു എൻ എന്നാവും. മൈനസ് എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ ആണ്, ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് എക്സ് പ്ലസ് എച്ച് ഓൾ റേസ് ടു എൻ. എക്സ് പ്ലസ് എച്ച് ഓൾ റേസ് ടു എൻ, എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ പഠിച്ചിട്ടുണ്ടല്ലോ ബൈനോമിയൽ തിയറത്തിൽ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ഓൾ റേസ് ടു എൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതെങ്ങനെ കിട്ടാം, ഫസ്റ്റ് ടേം എക്സ് റേസ് ടു എൻ ആ വരിക, പ്ലസ് NC1 എക്സ് റേസ് ടു n - 1 എച്ച് എന്ന് കിട്ടും. പ്ലസ് അടുത്ത NC2 എക്സ് റേസ് ടു n - 2 എച്ച് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് കിട്ടുക എച്ച് റേസ് ടു എൻ ആണ്. അപ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ഇവിടെ ഒരു മൈനസ് എക്സ് റേസ് ടു എൻ നിൽക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു കുട്ടികളെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഈ എക്സ് റേസ് ടു എൻ ലാസ്റ്റ് ഒരു മൈനസ് എക്സ് റേസ് ടു എൻ രണ്ടും 0 ആയിട്ട് പോയി. എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ 0 ആണ്. ഇനി ബാക്കി നോക്കൂ, ബാക്കിയുള്ള എല്ലാ ടേമിലും എച്ച് ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ടേമിലും എച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ എച്ച് ഉണ്ട്, ഇതിൽ എച്ച് ഉണ്ട്, അടുത്തിൽ എച്ച് ഉണ്ടാവും, ലാസ്റ്റ് എച്ച് ഉണ്ട്. ആ എച്ചിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 എച്ച് ഇൻറ്റു എടാ ഈ ടേമിൽ നിന്ന് NC1 എക്സ് റേസ് ടു n - 1 എച്ച് നിന്ന് എച്ച് പുറത്തേക്ക് പോന്നാൽ ബാക്കി NC1 എക്സ് റേസ് ടു n - 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NC1 ഇസ് ഈക്വൽ ടു n ആണ്. അപ്പോൾ നമുക്ക് ആ ടേം ഇങ്ങനെയാവും n എക്സ് റേസ് ടു n - 1 പ്ലസ് NC2 1 ആണ്. NC2 2C2 അല്ല, NC2 ഉണ്ട്. അപ്പോൾ NC2 എക്സ് റേസ് ടു n - 2 എച്ച് സ്ക്വയറിൽ നിന്ന് ഒരു എച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്, ബാക്കി എച്ച് പ്ലസ്
ഇനി അടുത്ത ടേമിലൊക്കെ എച്ച് ഉണ്ടാവും കേട്ടോ. അടുത്ത ടേമിൽ എച്ച് സ്ക്വയർ വരും, അടുത്ത എച്ച് ക്യൂബ് വരും, പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് റേസ് ടു എൻ എന്ന് എച്ചിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എച്ച് റേസ് ടു എൻ മൈനസ് വൺ, എച്ച് റേസ് ടു എൻ മൈനസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും, ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ നമുക്ക് എച്ചും എച്ചും ക്യാൻസൽ ചെയ്യാൻ പറ്റും. എച്ചും എച്ചും ക്യാൻസലായി. ഇനി ബാക്കി നമുക്കുള്ളത് നോക്കൂ, ലിമിറ്റ് എച്ച് ടെൻസ് 0 ഈ ടേംസ് ആണ്. ഞാൻ അതിനൊന്നുകൂടെ കോപ്പി ചെയ്യാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ബാക്കിയുള്ള ടേംസ് നോക്കൂ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എൻ സി ടു എക്സ് റേസ് ടു എൻ മൈനസ് ടു എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് റേസ് ടു എൻ മൈനസ് വൺ. എച്ചിന് 0 കൊടുക്കുമ്പോൾ ഈ ടേമിൽ എച്ച് ഇല്ല, ആ മൂപ്പരെ ഞാൻ എടുത്ത് എഴുതി. ഇനി ബാക്കിയുള്ളത് മൊത്തം എന്താ ഇവിടെ എച്ച് ഉണ്ട് 0 ആവും, അടുത്ത എച്ച് ഉണ്ട് ഒക്കെ 0, ബാക്കിയുള്ള എല്ലാ ടേംസും 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. അതായത് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആയാൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റൂട്ട് എക്സ്. ദിസ് ഇസ് ഓൾസോ അൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് നമുക്ക് എങ്ങനെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം? നമ്മുടെ ഡെഫിനിഷൻ ഉപയോഗിക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എഴുതുക. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. മൈനസ് എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ എച്ചിന് ഡയറക്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോമാണ് വരിക. ഡയറക്റ്റ് ഒന്നും പറ്റൂല, ഫോമിലാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ന്യൂമറേറ്ററിൽ റൂട്ട് ഉണ്ടല്ലേ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് ഓഫ് എക്സ്. ന്യൂമറേറ്ററിനെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ ഗുണിക്കുക. ഞാൻ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിനും ഇൻറ്റു ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ എഴുതി, ന്യൂമറേറ്റർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് ഓഫ് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എച്ച് ആണ്. ഞാൻ ചെയ്യാൻ പോണത് ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലും താഴെയും ഗുണിക്കുകയാണ്. കോൺജുഗേറ്റ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സിനെ കൊണ്ട് ഗുണിച്ചു, ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. അപ്പോൾ ഞാൻ ചെയ്തത് ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇനി നോക്കുക, ഇപ്പോൾ നമ്മുടെ ആൻസർ വളരെ അടുത്താണ്, നമ്മൾ ആൻസറിൻ്റെ അടുത്താണ്. നോക്കിക്കോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എടാ പിള്ളേരെ, ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച്, ബി റൂട്ട് ഓഫ് എക്സ്. നോക്കൂ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് റൂട്ട് ഓഫ് എക്സ്. അപ്പോൾ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഇതാണ് ന്യൂമറേറ്റർ വരിക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക, ഒന്നും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഒന്ന് നോക്കിക്കോളൂ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ക്യാൻസലായി എക്സ് പ്ലസ് എച്ച് ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ക്യാൻസലായി എക്സ് ആണ്, ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ് എന്ന് വരും. Now, did you get the concept now? It's limit h tends to 0, x minus h 0 ആയി. ബാക്കി ന്യൂമറേറ്ററിൽ എച്ച് ഉണ്ട്, ഡിനോമിനേറ്ററിൽ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് 1 എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ആണ്. വി ക്യാൻ ക്യാൻസൽ ദ എച്ച് ആൻഡ് എച്ച് ഫ്രം ഹിയർ ആൻഡ് ദെയർ. So we can get, there is only one left in the numerator, and in the denominator there is root of x plus h plus root of x. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ടെൻസ് ടു 0 ആണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എക്സ്. എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 ബൈ എക്സ് പ്ലസ് 0, എച്ചിന് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 എക്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് ദ നെക്സ്റ്റ് ടേം ഈസ് റൂട്ട് എക്സ് ഈക്വൽ ടു 1 by root x plus root x is 2 root x. Did you understand? About the question, f of x equal to sin x
എഫ് ഡാഷ് എക്സ് കാണണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഡെഫിനിഷൻ എഴുതി. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. അത് കാണാൻ മറക്കണ്ട. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എഫ് ഓഫ് എക്സ് എന്താണോ അതിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എഴുതണം. അപ്പോൾ സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിച്ചോണം, ഇത് ഏത് ഫോമിലാണ്? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ്. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് എച്ച് പി ആണെന്ന് കരുതിക്കോ, എക്സ് ക്യൂ ആണെന്ന് കരുതിക്കോ. അപ്പോൾ ഇത് സൈൻ പി മൈനസ് സൈൻ ക്യൂ ആണ്. സൈൻ പി മൈനസ് സൈൻ ക്യൂ നമ്മൾ പഠിച്ചത് 2 cos p പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2 ആണ്. സൈൻ പി മൈനസ് സൈൻ ക്യൂ നമ്മൾ പഠിച്ചത് 2 cos p പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2. ട്രിഗണോമെട്രി പഠിച്ചാണ് സൈൻ പി മൈനസ് സൈൻ ക്യൂ. 2 cos p പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0. ഇതാണ് പി, ഇതാണ് ക്യൂ. അപ്പോൾ 2 cos p പ്ലസ് ക്യൂ ബൈ 2 എന്ന് പറയുമ്പോൾ പി എക്സ് പ്ലസ് എച്ച് പ്ലസ് ക്യൂ എക്സ് ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2 പി എക്സ് പ്ലസ് എച്ച് മൈനസ് ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos x plus x 2x plus h all divided by 2. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ 2 എല്ലാവർക്കും ബാധകമാണ്. എക്സ് പ്ലസ് എക്സ് 2x ആണ്. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. പ്ലസ് ഈ 2 എച്ചിനും ബാധകമാണ്. അപ്പോൾ എച്ച് ബൈ 2 എന്ന് കിട്ടും. എക്സ് പ്ലസ് എച്ച് ബൈ 2 എങ്ങനെയാണ് വരുന്നത്? എക്സ് പ്ലസ് എക്സ് 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. പ്ലസ് എച്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ച് ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി സൈൻ ഇവിടെ നോക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആണ്. ബാക്കി എച്ച് മാത്രം എച്ച് ബൈ 2 എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇനിയാണ് പരിപാടി. നോക്കിക്കോ. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കുട്ടികളെ നമുക്കറിയാം ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ എച്ച് ബൈ 2 ഉണ്ട്, താഴെ എച്ച് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എക്സ് ബൈ 2 വന്നാലാണ് ഉത്തരം കിട്ടുക. സൈനിൻ്റെ കൂടെ ഏതാണോ ആംഗിൾ ഉള്ളത് അതേ ആംഗിൾ ഡിനോമിനേറ്ററിൽ വന്നാലാണ് ആൻസർ 1 വരിക. അപ്പോൾ ഇവിടെ സൈൻ എച്ച് ബൈ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എച്ച് ബൈ 2 കിട്ടണം. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 1 ആവും. നോക്കൂ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2. ഇതിൻ്റെ ആൻസർ 1 ആണെന്ന് നമുക്കറിയാം. ഹൗ? ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 1 ആവണം അല്ലേ? അതായത് സൈനിൻ്റെ കൂടെ നിൽക്കുന്ന ആംഗിൾ ഡിനോമിനേറ്ററിൽ വന്നാലാണ് ആൻസർ 1 ആവുക. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ എച്ച് ബൈ 2 ഉണ്ട്. ഡിനോമിനേറ്ററിൽ എച്ച് ബൈ 2 വരുത്താൻ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് വി ഹാവ് ടു ഡു? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ 2 വിൽ ഗെറ്റ് ക്യാൻസൽ. 2 2 ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ഇവിടെയുള്ള ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സൈൻ എച്ച് ബൈ 2 മേലുണ്ട്. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ച് ബൈ 2 എച്ച് ബൈ 2 ആവും. ഇനി കൂടാതെ നമ്മുടെ കൂടെ ഉള്ളത് ഒരു കോസ് എക്സ് പ്ലസ് എച്ച് ബൈ 2 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു?
ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസലായി. ബാക്കി ന്യൂമറേറ്ററിൽ ഞാൻ സൈൻ h/2 ആദ്യം എഴുതി. ഡിനോമിനേറ്ററിനെ h കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ h/2 എഴുതി. ഇൻറ്റു ബാക്കി കോസ് x പ്ലസ് h/2 ആവും. അപ്പോൾ ചിലർക്ക് സ്വാഭാവികമായും തോന്നുന്ന സംശയം, സാറേ ഈ h എല്ലാവർക്കും ബാധകമല്ലേ? ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്. a ഇൻറ്റു ബി ഓൾ ഡിവൈഡഡ് ബൈ സി. ഇതിനെ നമുക്ക് a ബൈ സി ഇൻറ്റു ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കിതിനെ a ഇൻറ്റു ബി ബൈ സി എന്ന് എഴുതാം. അല്ലാതെ ഇതിനെ a ബൈ സി ഇൻറ്റു ബി ബൈ സി എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഇവിടെ a പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ സി ആണെങ്കിൽ 2 ടേം മേലെ ഉണ്ടെങ്കിൽ ആ അടിയിലത്തെ സി 2 പേർക്കും സെപ്പറേറ്റാണ്. പക്ഷേ ഇവിടെ a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേമാണ്, എ ബി എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ലിമിറ്റ് എഫ് ഇൻറ്റു ജി എന്ന ഫോമിലാണ്. ലിമിറ്റ് എഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി ആണ്. അപ്പോൾ ലിമിറ്റ് ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു നമുക്ക് എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ h/2 ബൈ h/2 ഇൻറ്റു അപ്പുറത്ത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് h/2. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ h/2 ബൈ h/2 1 ആണ്. 1 ഇൻറ്റു ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് 0 കോസ് എക്സ് പ്ലസ് h/2. ഡയറക്റ്റ് എച്ചിന് 0 കൊടുക്കുക. എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കോസ് എക്സ് പ്ലസ് 0, അതായത് കോസ് എക്സിന് കിട്ടും. 1 ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആൻസർ നോക്കൂ. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടപ്പോൾ കോസ് എക്സ് കിട്ടി. അതായത് നമുക്ക് പറയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. എഫ് ഡാഷ് എക്സ് കാണണം. ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ആദ്യം നമ്മുടെ ഡെഫിനിഷൻ എഴുതുന്നു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണണം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ നിങ്ങൾക്കറിയാം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണാൻ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എഴുതുക. അപ്പോൾ കോസ് എക്സ് എന്നത് എന്താവും? കോസ് എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് ആകുമ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് എന്നാവും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇനി ബാക്കി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്തു നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കാണ്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം. വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശ്രമിച്ചു നോക്കുക. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നോക്കൂ, ഇത് ഏത് ഫോമിലാണ്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോസ് പി മൈനസ് കോസ് ക്യൂ ആണ്. ഈ ആംഗിൾ പിയും ഈ ആംഗിൾ ക്യൂവും. കോസ് പി മൈനസ് കോസ് ക്യൂ. എന്താണ് കോസ് പി മൈനസ് കോസ് ക്യൂ? കോസ് പി മൈനസ് കോസ് ക്യൂ. കോസ് പി മൈനസ് കോസ് ക്യൂ ഈക്വൽ ടു -2 സൈൻ പി പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2 ആണ്. cos p minus cos q is equal to -2 sin p plus q by 2 sin p minus q by 2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ലിമിറ്റ് h tends to 0 -2 sin p plus q by 2 എന്ന് പറഞ്ഞാൽ x plus h plus x by 2 sin p minus q by 2 എന്ന് പറയുമ്പോൾ x plus h minus x by 2 all divided by h എന്ന് കിട്ടും. And this is equal to limit h tends to 0 limit h tends to 0 -2 sin നേരത്തെ പറഞ്ഞ പോലെ x plus h plus x 2x by 2x plus h by 2 എന്ന് വരും. x plus h by 2 എങ്ങനെയാ? എക്സും എക്സും 2x ആണ്. 2x by 2 x ആണ് പ്ലസ് കൂടെ ഒരു h by 2 ഉണ്ട്. അതുപോലെ സൈൻ കൂടെ നിൽക്കുന്നത് നോക്കൂ. x minus x 0 ആയിട്ട് പോയി ബാക്കിയുള്ളത് h by 2 divided by h എന്ന് കിട്ടും. Now you got the idea how to do it. Equal to limit h tends to 0. ഇതിന് നമുക്ക് limit h tends to 0. എടാ നോക്കൂ, മേലെ സൈൻ h by 2 താഴെ നമുക്ക് h by 2 വേണം. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ്. അപ്പോൾ 2 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വിൽ ഗെറ്റ് ക്യാൻസൽ. ബാക്കി വരിക മൈനസ് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 അല്ലേ. പിന്നെ കൂടെ ഉള്ളത് സൈൻ h by 2
divided by denominator 2 കൊണ്ട് divide ചെയ്യുമ്പോൾ h by 2 എന്ന് കിട്ടും. Now we can split this integral. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ലിമിറ്റ് ഇത് ഇൻറ്റു ലിമിറ്റ് അത് എന്ന് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ഇത് കൊടുക്കുമ്പോൾ അവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ -1 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. ആ -1 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 എന്താ കൂടുതലുള്ളത്? സൈൻ x plus h by 2 sin x plus h by 2 into ഇനി ഈ ലിമിറ്റ് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് h tends to 0 that is sin h by 2 divided by h by 2 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് ദിസ് ഇൻറ്റു ദിസ് ഈക്വൽ ടു ലിമിറ്റ് ദിസ് ഇൻറ്റു ലിമിറ്റ് ദാറ്റ് ഈക്വൽ ടു നോക്കുക -1 ഇൻറ്റു ഇനി ലിമിറ്റ് h ടെൻസ് ടു 0 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h-ന് 0 കൊടുക്കുമ്പോൾ അത് x പ്ലസ് 0 ബൈ 2 x പ്ലസ് 0 x ആവും. അപ്പോൾ അത് സൈൻ എക്സ് എന്നാവും ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ 2 ബൈ h ബൈ 2 ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ 2 ബൈ h ബൈ 2 1 ആണ്. സോ വി ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് മൈനസ് സൈൻ എക്സ്. അതായത് ഇവിടെ f ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോൾ f' കണ്ടപ്പോൾ നമുക്ക് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. അതായത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് f' ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. റൈറ്റ്. അടുത്തത് f ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. f ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം യൂസിങ് ദ സെയിം. അപ്പോൾ ഡെഫിനിഷൻ എഴുതി f' is equal to limit h tends to 0 f of x plus h minus f of x divided by h equal to നമുക്ക് എഴുതാം f of x plus h tan x plus h minus tan x divided by h. ഇപ്പോൾ ഇത് ടാൻ പി മൈനസ് ടാൻ ക്യൂ എന്ന ഫോമിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ടാൻ പി മൈനസ് ടാൻ ക്യൂ പഠിച്ചിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ടാനിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. ടാൻ എക്സ് പ്ലസ് എച്ച്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് എച്ച് എന്താവും? ടാൻ എക്സ് പ്ലസ് എച്ച് നമുക്ക് സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. മൈനസ് ടാൻ എക്സോ, ടാൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. ലിമിറ്റ് h ടെൻസ് ടു 0 ഉണ്ട് കേട്ടോ. ലിമിറ്റ് h ടെൻസ് ടു 0 ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ന്യൂമറേറ്റർ ഈ ഫ്രാക്ഷൻ മൈനസ് ഈ ഫ്രാക്ഷനാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഫസ്റ്റ് ദിസ് ഇൻറ്റു ദിസ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇങ്ങനെ കുടിക്കുമ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഇതിൻ്റെ കൂടെ കൊണ്ട് എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞത് ടെക്നിക് എ ബൈ ബി ഓൾ ബൈ സി എ ബൈ ബി ഇൻറ്റു സി ആണ്. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് എ ഇത് ബി. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ഇവിടെ എക്സ് പ്ലസ് എച്ച്. അപ്പോൾ അത് എ ഇത് ബി. അപ്പോൾ ഏത് ഫോമുല? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എന്താ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബി. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ എൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് മൈനസ് ബിൻ്റെ സ്ഥാനത്ത് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ബാക്കി ആരൊക്കെ ഉണ്ട്? കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച് ഉണ്ട് അല്ലേ. ഈക്വൽ ടു നമുക്ക് എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് 0 ആയിട്ട് പോയി ബാക്കി സൈൻ എച്ച് ഡിവൈഡഡ് ബൈ ഒരു എച്ച് ഉണ്ട് കൂടെ ഒരു എച്ച് ഉണ്ട്. ഈ എച്ച് ആദ്യം എഴുതി പിന്നെ ബാക്കി കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ആണ് കിട്ടുക. ഈക്വൽ ടു നമുക്കൊരു കാര്യം ചെയ്തതിന് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. സൈൻ എച്ച് അടിയിൽ എച്ച് ഉണ്ട് എഴുതി ഇൻറ്റു ഇനി ബാക്കിയുള്ളത് 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ആണ്. നോക്കൂ ബാക്കിയുള്ളത് 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഞാൻ അതിന് ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്.
അതായത് ഈ ഫ്രാക്ഷൻ നമുക്ക് sin h by h ഇൻറ്റു 1 by cos x plus h ഇൻറ്റു cos x എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എഫ് ഇൻറ്റു ജി ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി ആണ്. അപ്പോൾ ലിമിറ്റ് sin h by h ഇൻറ്റു ലിമിറ്റ് 1 by cos x plus h ഇൻറ്റു cos x എന്ന് വരും. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 sin h by h 1 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 h ന് ഇവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 by h വരുമ്പോൾ ഇത് cos x ആവും. ഇൻറ്റു അപ്പുറത്തെ എച്ച് വരുമ്പോൾ കോസ് എക്സ് തന്നെ. അപ്പോൾ 1 by cos x ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് 1 by cos x സീക്ക് എക്സ്. അപ്പോൾ 1 by cos സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ്, അതായത് എഫ് ഓഫ് എക്സ് നമ്മുടെ ടാൻ എക്സ് ആയിരുന്നു. അപ്പോൾ എഫ് ഡാഷ് എക്സ് കണ്ടപ്പോൾ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്, അതായത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ 3 ഡെറിവേറ്റീവ് ആയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആയാൽ എഫ് ഡാഷ് എക്സ് കോസ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആയാൽ എഫ് ഡാഷ് എക്സ് മൈനസ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആയാൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ എക്സ്. ഇനി നെക്സ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ് ഡി വൈ ബൈ ഡി എക്സ് കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ് നോക്കിക്കോ. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f of x plus h minus f of x divided by h equal to limit h tends to 0 f of x plus h നമുക്ക് cosec x plus h എന്ന് എഴുതാം, മൈനസ് f of x നമുക്ക് cosec x എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് h tends to 0 ലിമിറ്റ് h tends to 0 കൊസീക് എക്സ് പ്ലസ് എച്ച്, ഇത് കൊസീക് പി മൈനസ് കൊസീക് ക്യൂ ആണ്. അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ കൊസീക് എക്സ് പ്ലസ് എച്ച്, കൊസീക് എന്ന് പറഞ്ഞാൽ കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു 1 by സൈൻ എക്സ് ആണ്. ഇപ്പോൾ കൊസീക് എക്സ് പ്ലസ് എച്ചിനെ നമുക്ക് 1 by സൈൻ എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം, 1 by സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് കൊസീക് എക്സിനെ അഗെയിൻ വി ക്യാൻ റൈറ്റ് 1 by സൈൻ എക്സ് എവറിത്തിങ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ശ്രദ്ധിച്ചോളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു എച്ച്, ഈ എച്ചിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടെഴുതി ഇൻറ്റു എച്ച്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിച്ചോണം, ഇത് സൈൻ പി മൈനസ് സൈൻ ക്യൂ എന്ന ഫോമിലാണ്, പി ഇതും ക്യൂ ഇതും. സൈൻ പി മൈനസ് സൈൻ ക്യൂ എഗെയിൻ എന്താ സൈൻ പി മൈനസ് സൈൻ ക്യൂ 2 കോസ് പി പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2. അപ്പോൾ 2 കോസ് പി പ്ലസ് ക്യൂ ബൈ 2 എക്സ് പ്ലസ് എച്ച് ബൈ 2 പി പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2 പി എക്സ് ആണ് മൈനസ് ക്യൂ എക്സ് പ്ലസ് എച്ച് ആണ് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ താഴെ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു എച്ച്. നൗ വാട്ട് വി ക്യാൻ ഡു ഈസ്, ഇവിടെ ഇത് ലിമിറ്റ് എച്ച് ടെൻസ് 0 ഒന്ന് ശ്രദ്ധിക്കട്ടോ. 2 cos 2x by 2 x plus h by 2 എന്നാണ് കിട്ടുക. 2 cos x plus h by 2 x plus h by 2, ഈ by 2 എല്ലാവർക്കും വേണം. അപ്പോൾ x plus x 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x plus h by 2. ഇനി കൂടെ സൈൻ ഇങ്ങോട്ട് നോക്കിക്കോളൂ, സൈൻ എക്സ് മൈനസ് എക്സ്, ഈ മൈനസ് 2 പേർക്കും, അപ്പോൾ അതിങ്ങനെയാവും എക്സ് മൈനസ് എച്ച് ബൈ 2. അപ്പോൾ അത് മൈനസ് എച്ച് ബൈ 2 എന്നാണ് വരിക, മൈനസ് എച്ച് ബൈ 2 divided by denominator sin x plus h into sin x into h എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം കേട്ടോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ശ്രദ്ധിക്കുക, ഇവിടെ h ബൈ 2 താഴെ, ഇവിടെ നമുക്കിങ്ങനെ എഴുതാം 2 cos x plus h ബൈ 2 സൈൻ മൈനസ് എക്സ് പഠിച്ചിട്ടുണ്ടാവും. സൈൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ മൈനസ് എച്ച് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു അത് മൈനസ് സൈൻ എച്ച് ബൈ 2 ആണ്, ഇൻറ്റു മൈനസ് സൈൻ ബൈ എച്ച് ബൈ 2
divided by sin x plus h into sin x into h. ഇനി നോക്കുക, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഏകദേശം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ സൈൻ h/2 ഉണ്ട്, താഴെ h ഉള്ളൂ, അപ്പോൾ അത് h/2 ആവണം. മേലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0. ഒരു മൈനസ് ഉണ്ട് ഇവിടെ, മുപ്പത് ഞാൻ പുറത്തേക്ക് ഇട്ടു. ഇനി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് കോസ് എക്സ് പ്ലസ് h/2 ആണ്. ഇൻറ്റു ഇവിടെ ഒരു സൈൻ h/2 ഉണ്ട്, ഞാൻ മൂപ്പർ എഴുതി. ഞാൻ ന്യൂമറേറ്ററെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോഴാണ് 2 ക്യാൻസൽ ആയി പോയത്. അപ്പോൾ ഡിനോമിനേറ്ററിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ h/2 ആവും. ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ബാക്കിയുള്ളത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ആണ്. സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ ഇതിങ്ങനെയായി കിട്ടും, മൈനസ് ഓഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് h/2 ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു സൈൻ h/2 ബൈ h/2 എന്ന് കിട്ടും. ഈക്വൽ ടു നോക്കിക്കോളൂ. ഇപ്പോൾ ലിമിറ്റ് ദിസ് ഇൻറ്റു ദിസ്, ലിമിറ്റിനെ രണ്ട് പേർക്കും കൊടുക്കുമ്പോൾ ലിമിറ്റ് മൈനസ് ഉണ്ട് പുറത്തെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് x plus h/2 divided by sin x plus h into sin x into ഇവിടെ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h/2 ഡിവൈഡഡ് ബൈ h/2 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശമായി. ഇനി ഇവിടെ മൈനസ് ലിമിറ്റ് h ടെൻസ് ടു 0 ദിസ് ഫ്രാക്ഷൻ h ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നമുക്ക് കോസ് h/2, h-ന് 0 കൊടുക്കുമ്പോൾ h/2 0 ആവും. അപ്പോൾ x പ്ലസ് 0 x ആയിട്ട് വരും. ഡിവൈഡഡ് ബൈ താഴെ h-ന് 0 കൊടുക്കുമ്പോൾ x പ്ലസ് 0 x ആണ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നാണ് കിട്ടുക. ഇൻറ്റു ദ ആൻസർ ഫോർ ദിസ് പാർട്ട് വിൽ ബി 1. സോ നമുക്ക് കിട്ടും മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ്. 1 ബൈ സൈൻ എക്സ് കൊസീക് എക്സ് ആണ്. നോക്കൂ, ഇവിടെ ഇതിന് നമുക്ക് 1 ബൈ സൈൻ എക്സ് എന്ന് പറയാം. 1 ബൈ സൈൻ എക്സ് കൊസീക് എക്സ് ആണ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ടെക്സ് ആണ്. അപ്പോൾ ഉത്തരം മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് എന്ന് കിട്ടും. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടത് കൊസീക് എക്സിൻ്റെ ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് അല്ലെങ്കിൽ കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് പറയാം therefore f dash x equal to minus cosec x cot x. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം, ഡെറിവേറ്റീവ് കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യന് എന്തായാലും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചോദിക്കും കേട്ടോ. നോർമലായിട്ട് ചോദിക്കാറ് 1/x, അതുപോലെ തന്നെ റൂട്ട് എക്സ്, അതുപോലെ എക്സ് റേസ് ടു n ചോദിക്കാറുണ്ട്, എക്സ് സ്ക്വയർ ചോദിക്കാറുണ്ട്, എക്സ് ക്യൂബ് ചോദിക്കാറുണ്ട്, അതുപോലെ സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ സീക്ക് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് എഫ് ഡാഷ് എക്സ് കാണണം. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് സീക്ക് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് സീക്ക് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സീക്ക് പി മൈനസ് സീക്ക് ക്യൂ നമുക്ക് അറിയുന്ന ഫോർമുല അല്ല. ഞാൻ സീക്കിനെ പിടിച്ച് കോസാക്കാൻ പോവുക. സീക്ക് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് 1 ബൈ കോസ് എക്സ് അല്ലേ. അപ്പോൾ സീക്ക് എക്സ് പ്ലസ് എച്ച് നമുക്ക് 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയാം. 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സീക്ക് എക്സ് 1 ബൈ കോസ് എക്സ് എവ്രിതിങ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അത് മൈനസ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ദാറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച് എന്ന് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ ഇതിനും കൂടെ എഴുതി. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇതിപ്പോൾ കോസ് പി മൈനസ് കോസ് ക്യൂ എന്ന ഫോമിലാണ്. കോസ് പി മൈനസ് കോസ് ക്യൂ. കോസ് പി മൈനസ് കോസ് ക്യൂ നിങ്ങൾക്കറിയാം. എന്താ കോസ് പി മൈനസ് കോസ് ക്യൂ? കോസ് പി മൈനസ് കോസ് ക്യൂ ഈക്വൽ ടു, ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാണ്, ട്രിഗണോമെട്രി പഠിച്ചതാണ്. കോസ് പി മൈനസ് കോസ് ക്യൂ ഇസ് ഈക്വൽ ടു -2 സൈൻ പി പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. -2 സൈൻ പി പ്ലസ് ക്യൂ ബൈ 2 സൈൻ പി മൈനസ് ക്യൂ ബൈ 2. അപ്പം -2 സൈൻ
p plus q by 2 x plus h by 2 sin p minus q by 2 p minus q x minus x plus h divided by 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ cos x plus h into cos x into h എന്ന് വരും. ഈക്വൽ ടു നമ്മൾ ചെയ്യാൻ പോണത് ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസിന് ഞാൻ പുറത്തേക്ക് എടുത്തു മൈനസ് 2 sin x plus h by 2 x plus x 2x by 2x plus h by 2 sin x minus x plus h എന്ന് പറയുമ്പോൾ x minus x 0 minus of plus h minus h by 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ cos x plus h into cos x into h and this is equal to minus പുറത്തുണ്ട് limit h tends to 0. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ സൈൻ എച്ച് ബൈ 2 മേലുണ്ട്, അടിയിൽ എച്ചേ ഉള്ളൂ. 2 കൊണ്ട് മേലും താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നമുക്ക് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ആവും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ ഇൻറ്റു സൈൻ മൈനസ് എച്ച് ബൈ 2 ഇൻറ്റു മൈനസ് സൈൻ എച്ച് ബൈ 2 ആണ്. മൈനസ് സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ച് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മേലും താഴെയും എച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇവിടെ മൈനസ് സൈൻ എച്ച് ബൈ 2 ആണ്. ഈ മൈനസിനെയും കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2 മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറും. ലിമിറ്റ് 2 പേർക്കും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ എഴുതി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഞാൻ ആദ്യം എഴുതാൻ പോണത് സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2നെയാണ്. സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. അതായത് ഇയാളെ ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് എഴുതി. ഇനി ഇൻറ്റു, ഇനി ബാക്കി ഭാഗം നോക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി ബാക്കി വരുന്നത് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ആണ്. കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഈക്വൽ ടു ഇതെങ്ങനെ, ഈ മൈനസ് എങ്ങനെ പ്ലസ് ആയത്, ഇവിടെയുള്ള ഈ മൈനസ് കൂടി പുറത്തേക്ക് വന്നു, 2 മൈനസ് കൂടി പ്ലസ് ആയതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ഈസ് 1. ഇതിൻ്റെ ആൻസർ 1 ആണ്. ഇൻറ്റു ഇനി ഇതിൻ്റെ ആൻസർ എന്താ വരിക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ബൈ കോസ് എക്സ് പ്ലസ് എച്ച്. നോക്കൂ, ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പോൾ മേലെ സൈൻ എക്സ് ഒന്നും താഴെ കോസ് എക്സ് ഒന്നും വരും. നമുക്ക് എവിടെയെങ്കിലും കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഉണ്ട് അല്ലേ. ഇവിടെ എച്ച് ബൈ 2 ബൈ അതാണ് ഞാൻ നോക്കുന്നത്. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഉണ്ട്. സോറി, ഒരു കോസ് എക്സ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 ഇൻറ്റു അടുത്തത് ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. എച്ചിന് 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും, സൈൻ. എച്ചിന് 0 ആകുമ്പോൾ എച്ച് ബൈ 2 0 ആയിട്ട് പോകും, ബാക്കി എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് എച്ച് 0 കൊടുക്കുമ്പോൾ കോസ് എക്സ് പ്ലസ് 0 കോസ് എക്സ് ഇൻറ്റു അപ്പുറത്ത് എച്ച് ഇല്ല, അപ്പോൾ കോസ് എക്സ് അതേപോലെ എഴുതി. ഈക്വൽ ടു 1 ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. ഇത് സൈൻ എക്സ് 1 ബൈ കോസ് എക്സ് ആണ്. 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടും. സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ നമ്മൾ കണ്ടത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ആയിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടി. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. സിമ്പിൾ വൺ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നാ കിട്ടുക. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കോട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് കോട്ട് എക്സ്. കോട്ട് പി മൈനസ് കോസ് ക്യൂ അങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കോട്ടിന് നമ്മൾ കോസ് ബൈ സൈൻ എന്ന് എഴുതാം. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നറിയാലോ. അപ്പോൾ കോട്ട് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും, കോസ് എക്സ് പ്ലസ് എച്ച് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് ആവും. അപ്പോൾ കോസ്
cos x plus h divided by sin x plus h, sin x plus h minus cot x നമുക്ക് cos x by sin x എന്ന് എഴുതാം. Everything divided by h എന്ന് കിട്ടും. Equal to limit h tends to 0, equal to limit h tends to 0. ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos x plus h, cos x plus h sin x മൈനസ് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് sin x plus h into cos x എന്ന് കിട്ടും. Divided by this into this, sin x plus h into sin x എന്ന് വരും. All divided by h, h ഇവിടെ എഴുതി. Equal to ഇത് x a ആണെന്നും x plus h b ആണെന്നും കരുതിക്കോളൂ. ഇത് a, ഇത് b. അപ്പോൾ അത് sin a cos b മൈനസ് x a ആണ്, x plus h b ആണ്. അപ്പോൾ ഇത് sin a cos b മൈനസ് cos a sin b. sin a cos b മൈനസ് cos a sin b എന്ന് പറഞ്ഞാൽ sin a മൈനസ് b ആണ്. അപ്പോൾ നമുക്കിതിനെ എഴുതാം ലിമിറ്റ് h ടെൻസ് ടു 0 sin a മൈനസ് b, sin a മൈനസ് b, a x ആണ് മൈനസ് b x പ്ലസ് h ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ sin x പ്ലസ് h ഇൻറ്റു sin x ഇൻറ്റു h. Equal to, we can write limit h tends to 0. x minus x പൂജ്യമായിട്ട് പോയി ബാക്കി ഉണ്ടാവുക sin മൈനസ് h ആണ്, sin മൈനസ് h ബൈ ചോട്ടിലൊരു h ഉണ്ട് അത് എഴുതി. ബാക്കി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ sin x പ്ലസ് h ഇൻറ്റു sin x ആണ്. നോക്കൂ, ഇത് sin മൈനസ് h, അതിൻ്റെ കൂടെ താഴെ നിൽക്കുന്ന h എഴുതി ഇൻറ്റു, ഇനി ബാക്കിയുള്ളത് മേലെ 1 ഉണ്ടാവും, അടിയിൽ sin x പ്ലസ് h ഇൻറ്റു sin x. ഈക്വൽ ടു നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 sin മൈനസ് h എന്ന് പറഞ്ഞാൽ മൈനസ് sin h, ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. ആ ബാക്കി അവിടെ sin h ബൈ h എന്നാണ് വരിക. ഇൻറ്റു ലിമിറ്റ് ഇയാൾക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 1 ബൈ sin x പ്ലസ് h ഇൻറ്റു sin x. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്നറിയാം, നമ്മൾ ചെയ്തത് ഈ ലിമിറ്റിനെ ഇതിനും കൊടുത്തു. അപ്പോൾ ലിമിറ്റ് എഫ് ഇൻറ്റു ജി, ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി എന്ന് വരും. ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എസ് ടെൻസ് 0 sin h ബൈ h 1 ആണ് ഇൻറ്റു ലിമിറ്റ് എസ് ടെൻസ് 0 1 ബൈ sin x പ്ലസ് h ഇൻറ്റു sin x. എച്ചിന് 0 കൊടുക്കുമ്പോൾ അത് 1 ബൈ x പ്ലസ് 0 x ആവും. അപ്പോൾ sin x ഇൻറ്റു അപ്പുറത്തെ എച്ചിന് 0 കൊടുക്കാൻ h ഇല്ല, സോ ജസ്റ്റ് റൈറ്റ് sin x. അപ്പോൾ നമുക്ക് മൈനസ് ആണ് സൈൻ 1 ബൈ ഇത് sin x ഇൻറ്റു sin x sin സ്ക്വയർ x ആണ്. 1 ബൈ sin x എന്ന് പറഞ്ഞാൽ കൊസീക് x ആണെന്ന് അറിയാലോ. 1 ബൈ sin സ്ക്വയർ x കൊസീക് സ്ക്വയർ x, സോ ദ ആൻസർ ഈസ് മൈനസ് കൊസീക് സ്ക്വയർ x. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലെങ്കിൽ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. ഉത്തരം നമുക്ക് കൊസീക് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അപ്പോൾ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ എല്ലാ ജനറൽ റിസൾട്ടുകളും ഞാനിപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ കമ്പൾസറിയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡെറിവേറ്റീവ്സ് പറഞ്ഞു നോക്കാം. ആദ്യം പഠിച്ചത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ആണ്, എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് 1. പിന്നെ പഠിച്ചത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ, അത് എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് 1. പിന്നെ പഠിച്ചത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ്. പിന്നെ പഠിച്ചത് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. പിന്നെ പഠിച്ചത് വട്ട് വി കോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് കിട്ടി, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇത് നമ്മൾ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് ഫോം നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ഫോമുല എഴുതി തരും. ആ ഫോമുല പഠിച്ച് സെറ്റ് ആവണം. ഓക്കെ.